കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ കോടതി റിമാൻഡ് ചെയ്തു. ഗോവിന്ദച്ചാമിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകും. കണ്ണൂർ ജയിലിലും പരിസര പ്രദേശത്തും നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പുലർച്ചെ 3:45ഓടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്ത് ചാടിയ ഗോവിന്ദച്ചാമിയെ 10:40ഓടെ കണ്ണൂർ നഗരത്തിൽ വെച്ച് പോലീസും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ആഭ്യന്തര വകുപ്പിനാകെ നാണക്കേടാക്കിയ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ അവിടെ അരങ്ങേറിയത്. എന്തായാലും ഏറ്റവും പെട്ടെന്ന് തന്നെ ഇയാളെ വീണ്ടും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം എന്ന് പറയുമ്പോഴും വലിയ വീഴ്ചകൾ തന്നെയല്ലേ അവിടെ സംഭവിച്ചത്? അമൃത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ജയിൽ ചാടി ഒരു പകൽ പുലരും മുമ്പ്, ഒരു പകൽ അവസാനിക്കും മുമ്പ് ഗോവിന്ദച്ചാമി വീണ്ടും ചാടിയ ജയിലിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇന്ന് പുലർച്ചെ 3:40-നാണ്, ഏതാണ്ട് 3:40-45 കൂടിയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം ഏതാണ്ട് 10:10 കൂടി ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. പിടികൂടിയതിനു ശേഷം ഗോവിന്ദച്ചാമിയെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറോളം മൊഴിയെടുത്തു. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലെ തെളിവെടുപ്പ്, അതിനുശേഷം വീണ്ടും കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കുന്നു. അവിടെ നേരത്തെ തന്ന മൊഴിയും ഒപ്പം തെളിവെടുപ്പിനിടെ ഉണ്ടായ സംഭവങ്ങളും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. പിന്നാലെയാണ് വൈകിട്ട് 5 മണിയോടുകൂടി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഗോവിന്ദച്ചാമിയെ ഹാജരാക്കുന്നത്. എന്തായാലും ജയിൽ ചാടി എന്ന കേസിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗോവിന്ദച്ചാമിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. പിന്നാലെ തന്നെ വൈകിട്ട് 6:30 മണിയോടുകൂടി ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ വീണ്ടും തിരികെ എത്തിച്ചു. അത് സ്വാഭാവികമായും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നുവെന്ന് ജയിൽ DIG തന്നെ നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദച്ചാമിയെ ഇനി എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചു പൊറുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ജയിൽ വകുപ്പ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നാളെ ഉച്ചയോടുകൂടി ഗോവിന്ദച്ചാമിയെ കുറെ കൂടി സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഒരുപക്ഷെ നിലവിൽ ഈ ജയിൽ ചാടിയ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഗോവിന്ദച്ചാമിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് രാവിലെ പോലീസ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി തന്നെ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും ഗോവിന്ദച്ചാമിയെ ഇവിടെ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുക. അമൃത സൂചിപ്പിച്ചതുപോലെ വലിയ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നുവെന്നത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 6 മാസക്കാലത്തെ കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. അതൊരു പക്ഷേ നാട്ടുകാരും പോലീസും ഒക്കെ സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് അവർ നടത്തിയ കാടടച്ചുള്ള തെരച്ചിലിന്റെ ഭാഗമായിട്ടാവാം ഗോവിന്ദച്ചാമി മറ്റൊരിടത്തേക്ക് പോവാതെ അയാളെ പിടിക്കാൻ കഴിഞ്ഞത് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും അത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും ജയിൽ വകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥരിൽ മാത്രം ഇതിന്റെ സുരക്ഷാ വീഴ്ച അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഒതുങ്ങുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തോതിൽ സുരക്ഷാ വീഴ്ച അതിന് ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഉത്തരവാദികളാണ്. അതിന് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ആ യോഗത്തിന് മുന്നേ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പാണ് അതീവ സുരക്ഷയുണ്ടായിരുന്ന D ബ്ലോക്കിൽ പാർപ്പിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ അയാളുടെ തന്നെ റിക്വസ്റ്റ് പ്രകാരം B ബ്ലോക്കിലേക്ക് മാറ്റുന്നത്. D ബ്ലോക്ക് എന്ന് പറയുന്നത് റിപ്പർ ജയാനന്ദനെ പോലുള്ള കൊടും ക്രിമിനലുകൾ അവരെ പാർപ്പിച്ചിരുന്ന ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ നിന്നാണ് ഇയാൾക്ക് മാനസാന്തരം വന്നു. ഇയാളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇയാൾ നല്ല സ്വഭാവമാണ് ജയിലിലുള്ളത് എന്നൊക്കെയുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ കുറഞ്ഞ B ബ്ലോക്കിലേക്ക് മാറ്റുന്നത്. അവിടെ B10 സെല്ലിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത്. 28 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ജയിൽ ചാടാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. അത് തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനും ഒപ്പം ചേർന്നാണ് അത്തരമൊരു പദ്ധതി അയാൾ തയ്യാറാക്കുന്നത്. അതിന്റെ ഭാഗമായി 28 ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ ഇയാൾ ഈ ജയിലിന്റെ സെല്ലിലെ കമ്പി മുറിച്ചു തുടങ്ങിയിരുന്നു. അത് പൂർണ്ണമായും ഓരോ ദിവസവും മുറിക്കുമ്പോഴും അത് മറ്റാരും കാണാതിരിക്കാനായി അത് നൂലുപയോഗിച്ച് ആ മുറിച്ച ഭാഗം കെട്ടിവെച്ചു. പിന്നീട് അതിന്റെ ആ കമ്പി മുറിച്ച് പൂർത്തിയാവുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്, അർദ്ധരാത്രിയോടുകൂടിയാണ്. പിന്നാലെ
ഇരുവരും ജയിൽ ചാടാൻ തീരുമാനിക്കുന്നു. പക്ഷേ ജയിൽ ചാടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ശരീരം വലിയ തോതിൽ മെലിയിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലൊക്കെ വലിയ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവിന്ദച്ചാമി നടത്തിയിരുന്നു. ചപ്പാത്തി മാത്രമാണ് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് ജയിൽ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പലപ്പോഴും പട്ടിണി കിടന്നു. അങ്ങനെ ശരീരം മെലിയിച്ച് ഒരു കമ്പി മാത്രം എടുത്തു മാറ്റി അതിനുള്ളിലൂടെ നൂഴ്ന്ന് വളരെ ഈസിയായി ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നാലെ സഹതടവുകാരനെ കൂടി പുറത്തു ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി വലിയ ശരീരപ്രകൃതിയുള്ള സഹതടവുകാരനാണ്. അയാളെ സംബന്ധിച്ച് അതിൽ ഇറങ്ങി വരിക എന്നുള്ളത് അയാൾക്ക് സാധ്യമായിരുന്നില്ല. ഒരുപാട് ഗോവിന്ദച്ചാമി കൈകൊണ്ടൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഇയാളെ പുറത്തേക്ക് ചാടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഒടുവിൽ അയാൾ ചാടുന്നില്ല എന്ന് കണ്ടതോടുകൂടി അയാളെ ഉപേക്ഷിച്ച് അയാൾ പുറത്ത് ചാടുന്നു. 3:40 പുറത്ത് ചാടിയ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഇടവഴികളിൽ എവിടെയോ പുലർച്ചെ നേരം പുലരും വരെ കാത്തിരിക്കുന്നു. തനിക്ക് ഏത് തരത്തിലാണ് പുറത്തു പോകാൻ കഴിയുന്നതെന്ന് സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നത്. തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറയുന്നത്. ഒരു മാസത്തോളം നീണ്ട പ്ലാനിങ്ങിനൊടുവിലാണ് ഇയാൾ ജയിൽ ചാടാനായി ഇന്നത്തെ ദിവസം തെരഞ്ഞെടുക്കുന്നത്. ഏതായാലും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ ജലാധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.